നമസ്കാരം. FIR-ലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കോഴിക്കോട് നരിക്കുനിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ FIR-ൽ പ്രധാന വാർത്തയായിരുന്നു. ഇതിന് പിന്നിലെ ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് പുറത്തുവന്നു. തൊടുപുഴയിലെ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് പിടികൂടി. കോഴിക്കോട് നഗരത്തിലെ മയക്കുമരുന്ന് റാക്കറ്റിൽ സ്കൂൾ കുട്ടികളും കണ്ണികൾ. ബുദ്ധിമാന്ദ്യമുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 4 വയസ്സുകാരിയെ ചോക്ലേറ്റ് നൽകി വശീകരിച്ച് ബലാത്സംഗം ചെയ്തു. ഈ വാർത്തകൾ ഇന്ന് FIR-ൽ വിശദമായി ഉണ്ടാകും. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകളിലേക്ക്. കോഴിക്കോട് നരിക്കുനിയിലെ കൂട്ട ആത്മഹത്യയ്ക്ക് പിന്നിൽ 4 യുവാക്കളുടെ പ്രേരണയുണ്ടെന്ന സൂചന. കുടുംബനാഥന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടി. അവിവാഹിതരായ ആദിവാസി അമ്മമാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് കാസർഗോഡ്. ആദിവാസി യുവതികളെ പീഡിപ്പിച്ച് ഗർഭിണികളാക്കിയതിന് കാസർഗോഡ് 20 പേർക്കെതിരെ കേസെടുത്തു. സവർണന്റെ മൺപാത്രത്തിൽ വെള്ളം കുടിച്ചതിന് ദളിത് യുവാവിന്റെ കൈവെട്ടി. മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവം നടന്നത് ഹരിയാനയിൽ. കോഴിക്കോട് നരിക്കുനിയിലെ കൂട്ട ആത്മഹത്യയ്ക്ക് പിന്നിൽ 4 യുവാക്കളുടെ പ്രേരണയുണ്ടെന്ന സൂചന. കുടുംബനാഥന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നാണ് ഇത് സംബന്ധിച്ച സൂചന പോലീസിന് കിട്ടിയത്. FIR ടോപ്പ് സ്റ്റോറി. നരിക്കുനി എരവന്നൂർ സ്വദേശി ഷാജിലാൽ, ഭാര്യ അർച്ചന, മക്കളായ അഭിലാൽ, അയന എന്നിവരെ ബുധനാഴ്ചയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയെയും മക്കളെയും കൊന്ന ശേഷം ഷാജിലാൽ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഷാജിലാൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഏറെക്കാലമായി ഗൾഫിൽ ജോലി നോക്കിയിരുന്ന ഷാജിലാൽ 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. വീടിന് സമീപമുള്ള 4 പേർ ചേർന്ന് ഭാര്യ അർച്ചനയെ അപമാനിച്ചുവെന്ന അഭ്യൂഹം ഷാജിലാൽ കേട്ടിരുന്നുവത്രേ. ഇതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് കത്തിൽ പറയുന്നതായി പോലീസ് അറിയിച്ചു. 4 പേരുടെയും വിവരങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഇവരെ ബാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. വീടിന് സമീപമുള്ള ഒരു യുവാവുമായി അർച്ചന അടുപ്പത്തിലായിരുന്നുവെന്നും ഇയാൾ അർച്ചനയെ സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ചുവെന്നും നാട്ടുകാർക്കിടയിലും സംസാരമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ആദിവാസി യുവതികളെ പീഡിപ്പിച്ച് ഗർഭിണികളാക്കിയതിന് കാസർഗോഡ് 20 പേർക്കെതിരെ കേസെടുത്തു. ഇതോടെ അവിവാഹിതരായ ആദിവാസി അമ്മമാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ലയായി കാസർഗോഡ് മാറി. FIR ഫോക്കസ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കാസർഗോഡ് ജില്ലയിൽ അവിവാഹിതരായ 206 ആദിവാസി അമ്മമാരാണ് ഉള്ളത്. ആദിവാസി യുവതികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിന് ഇന്നലെ ബായാറിലെ 20 പേർക്കെതിരെ കൂടി കേസെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 92ആയി. സംസ്ഥാന വനിതാ കമ്മീഷൻ, ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെൽ, മഹിളാ സമഖ്യ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ബായാറിൽ നടത്തിയ അദാലത്തിലാണ് പുതുതായി കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് 72ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യും. അതിനകത്ത് ഒരുപാട് പ്രതികളെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. കേസുകളിൽ നമ്മൾ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ത്രീകൾക്കെല്ലാം, അതിന് കേസുകൾ എടുത്തുള്ള സ്ത്രീകൾക്കെല്ലാം അതിനനുസരിച്ചുള്ള കോമ്പൻസേഷനും അതുകൂടാതെയുള്ള സർക്കാർ ആനുകൂല്യങ്ങളും മറ്റെന്തൊക്കെ കിട്ടാറുണ്ടോ അതെല്ലാം അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നിയമ നടപടികളിലൂടെ സാമൂഹിക സുരക്ഷ നൽകുന്നതിനൊപ്പം അവിവാഹിതരായ ആദിവാസി അമ്മമാർക്കുള്ള ധനസഹായവും ASTC ചെയ്യുന്നുണ്ട്. 171 പേർക്ക് പെൻഷനും 25 പേർക്ക് 25,000 രൂപ വീതവും സർക്കാരിന്റെ മറ്റ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി സ്വയം തൊഴിൽ സഹായവും നൽകി വരുന്നു. ആദിവാസി അമ്മമാരുടെ പുനരധിവാസത്തിന് ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെൽ 4 കോടി രൂപയുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. ചതിയിൽ പാസ്പോർട്ട് തട്ടിയെടുത്ത് ഗൾഫിൽ ജോലിയും NRI ബാങ്ക് അക്കൗണ്ടും തട്ടിയെടുത്ത സംഭവത്തിൽ നടപടിയെടുക്കാൻ കോന്നി പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പരാതി. പാസ്പോർട്ട് ഉടമയായ നൂർനാട് സ്വദേശി ചന്ദ്രബോസാണ് കോന്നി പോലീസിനെതിരെ രംഗത്ത് വന്നത്. കോന്നി വകയാറിൽ താമസിച്ചിരുന്ന കാലത്താണ് ചന്ദ്രബോസ് പാസ്പോർട്ട് എടുക്കാൻ ഏജന്റായ അലോഷ്യസിന്റെ പക്കൽ പണവും SSLC ബുക്കും ഏൽപ്പിച്ചത്. പാസ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ തന്റെ ഫോട്ടോയുടെ സ്ഥാനത്ത് ഒരു സ്ത്രീയുടെ ഫോട്ടോയായിരുന്നുവെന്ന് ചന്ദ്രബോസ് പറയുന്നു. ഇത് ശരിയാക്കാൻ അലോഷ്യസിനെ തന്നെ പാസ്പോർട്ട് തിരികെ ഏൽപ്പിച്ചു. പിന്നീട് പാസ്പോർട്ടിനെക്കുറിച്ചോ അലോഷ്യസിനെക്കുറിച്ചോ ഒരു വിവരവുമില്ല. വർഷങ്ങൾക്ക് ശേഷം പത്തനംതിട്ട ധനലക്ഷ്മി ബാങ്കിൽ നിന്നും ചെക്ക് ബുക്കും ATM കാർഡും കയ്യിൽ കിട്ടിയപ്പോൾ ചന്ദ്രബോസ് ഞെട്ടി. ബാങ്കിലെത്തി വിവരം തിരക്കിയപ്പോൾ തന്റെ പാസ്പോർട്ട് അഡ്രസ്സിൽ കുടമൺ സ്വദേശി ജയപ്രകാശ് NRI അക്കൗണ്ട് എടുത്തതായി അറിഞ്ഞു. തന്റെ പാസ്പോർട്ടിലാണ് ഇയാൾ ഗൾഫിൽ ജോലി തടപ്പെടുത്തിയെന്നാരോപിച്ച് ചന്ദ്രബോസ് പരാതി നൽകിയെങ്കിലും കോന്നി പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ചന്ദ്രബോസിന്റെ പരാതി. ജയപ്രകാശിൽ നിന്നും 2 ലക്ഷം രൂപ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കോന്നി SI സലീം പരാതി പിൻവലിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇയാൾ പറയുന്നു. ഈ പ്രതിയെയും ഇതുവരെ പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ടുള്ള ഏർപ്പാടായിരിക്കുക. അതിൻ്റെ നന്ദി എന്തായാലും അവർ കാണിക്കാതിരിക്കത്തില്ലല്ലോ. അപ്പം ഇത് മുഖ്യമന്ത്രി അടൂർ DYSP എല്ലാം ഇടപെട്ട കേസ് ഇവരോട് പറഞ്ഞെനിക്ക് ഇവർക്ക് അതിനകത്ത് യാതൊരു ചൂടും പാടുമില്ല. അതേസമയം ആരോപണങ്ങൾ കോന്നി SI സലീം നിഷേധിച്ചു. ചന്ദ്രബോസിന്റെ പരാതിയെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. തിരുവനന്തപുരം
തിരുവനന്തപുരത്തെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ഒരേ ദിവസം കാണാതായ പ്രവീൺ ദാസും വിദ്യാർത്ഥിനിയും ഇതുവരെ തിരിച്ചെത്തിയില്ല. ഇതിനിടയിൽ പ്രവീൺ ദാസ് തങ്ങളുടെ മകളെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കാണിച്ച് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 25-നാണ് പ്രവീൺ ദാസിനെയും കൂടെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെയും കാണാതാകുന്നത്. സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുന്നുവെന്ന് പറഞ്ഞാണ് പ്രവീൺ വീട്ടിൽ നിന്നിറങ്ങിയതെന്ന് പ്രവീണിന്റെ അച്ഛൻ പറഞ്ഞു. ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇതുവരെ വന്നിട്ടില്ല. പോയതിനു ശേഷം രാവിലെ ഒരു 8:45 മണിയോടുകൂടി പോയി. അതിനുശേഷം ഇതേവരെ വന്നിട്ടില്ല. കാണാതായപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ ഒരു പെൺകുട്ടിയും മിസ്സിംഗ് ആണ് അന്നേ ദിവസം തന്നെ കോളേജിൽ നിന്ന്. അപ്പോൾ അവർ പറയുന്നത് ഇവർ പ്രേമത്തിലായിരുന്നു, ഇവൻ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കേസ് കോടതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നും പോലീസ് ഓഫീസർ കോടതിയിൽ പോയ ദിവസമാണ്. എനിക്ക് മകനെ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷണം നടത്തുന്നുവെന്ന് പറയുന്നു. എന്നെ കാണാനിടയ്ക്ക് പോലീസുകാർ വരുന്നുണ്ട് എൻ്റെ മൊഴിയെടുക്കാനായിട്ട്. എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ എന്നെ പുറകെ കയറി ഇറങ്ങി നടക്കുകയാണ് വീട്ടിൽ. എവിടെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല. കോളേജിൽ അന്വേഷിച്ചപ്പോൾ TCയും വാങ്ങിപ്പോയെന്ന് കോളേജ് അധികൃതരും പറഞ്ഞു. കുട്ടികളെ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതിയും നൽകി. ഇതിനിടെ തങ്ങളുടെ മകളെ പ്രവീൺ ദാസ് തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് കാണിച്ച് പെൺകുട്ടി രക്ഷിതാക്കൾ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. ഇപ്പോൾ പ്രവീൺ ദാസിന്റെ അച്ഛൻ സത്യദാസിനെ തേടി നിരന്തരം പോലീസ് എത്തുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തലശ്ശേരി ചൊക്ലിയിൽ ഭാര്യയ്ക്കും മക്കൾക്കും വിഷം നൽകിയ ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാഞ്ഞിരക്കടവ് സ്വദേശി സദാനന്ദനാണ് 4 കുടുംബത്തിന് വിഷം നൽകിയത്. മറ്റുള്ളവർ രക്ഷപ്പെട്ടപ്പോൾ 8 വയസ്സുകാരിയായ മകൾ ആര്യ മരിച്ചു. പഴച്ചാറിൽ വിഷം കലർത്തിയാണ് സദാനന്ദൻ ഭാര്യയ്ക്കും 2 മക്കൾക്കും നൽകിയത്. പുലർച്ചെ സദാനന്ദനെ കാണാത്തതിനെ തുടർന്ന് ഭാര്യ സഹോദരൻ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സദാനന്ദൻ വീടിനടുത്തുള്ള പണിതീരാത്ത മറ്റൊരു വീടിന്റെ മുകളിൽ വിഷം കഴിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഭാര്യ ഭാരതി, 2ാമത്തെ മകൾ ആര്യ, 8 വയസ്സുകാരിയായ 3ാമത്തെ മകൾ ഗായത്രി എന്നിവരെയും വിഷം കഴിച്ച നിലയിൽ വീടിനകത്ത് കണ്ടെത്തിയത്. അവശനിലയിലായ 3 പേരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആര്യയെ രക്ഷിക്കാനായില്ല. ഇവരുടെ മൂത്ത മകൾ പോണ്ടിച്ചേരിയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിലെ 1ാം വർഷ BCom വിദ്യാർത്ഥിനിയാണ് ആര്യ. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലുള്ള ഭാരതിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തലശ്ശേരി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലുള്ള സദാനന്ദൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കടബാധ്യതയൊന്നുമില്ലാത്ത കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാ എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. വിദേശത്തായിരുന്ന സദാനന്ദൻ 1 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. മേലാളന്റെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന് ദളിതന്റെ കൈവെട്ടി. ഹരിയാനയിലെ ഹിസാർ ജില്ലയിലുള്ള സാനിയാന ഗ്രാമത്തിലാണ് വംശീയ ആക്രമണത്തിന്റെ ചോരപ്പാടുകൾ വീണത്. സവർണന്റെ മൺപാത്രത്തിൽ വെള്ളം കുടിച്ചതിനാണ് രാജേഷ് കുമാറിന്റെ കൈ വെട്ടിമാറ്റിയത്. ഇനിയും ഉണരാത്ത ജാതി കോമരങ്ങളുടെ ചോരക്കൊതിക്ക് ഒരു ദളിതന്റെ കൈകൂടി. ഹരിയാനയിലെ ഹിസാർ പ്രവിശ്യയിലുള്ള സാനിയാന ഗ്രാമത്തിലാണ് പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഈ സംഭവം നടന്നത്. ഫാത്തിയാബാദുകാരൻ രാജേഷ് കുമാർ ദളിത് വംശജനാണ്. ഒരു കരാർ തൊഴിലാളിയായ രാജേഷ് തന്റെ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് ഹിസാറിലെത്തിയത്. കരാറുകാരനും 14 തൊഴിലാളികളും രാജേഷിനൊപ്പം ഉണ്ടായിരുന്നു. വഴിമധ്യേ വെള്ളം കുടിക്കാൻ വാഹനം നിർത്തി. വയലോരത്ത് മൺപാത്രങ്ങൾ ശേഖരിച്ചു വച്ചിരുന്ന വെള്ളം രാജേഷ് കുടിച്ചു. ഈ അവസരത്തിൽ പാടത്തുണ്ടായിരുന്ന സവർണ മുതലാളിയുടെ മകൻ രാജേഷിന്റെ ജാതി ചോദിച്ചു. രാജേഷ് ഹരിജനാണ് എന്ന് മനസ്സിലാക്കിയ സവർണപുത്രനായ പപ്പു എന്ന് വിളിക്കപ്പെടുന്ന ഗജേന്ദ്ര രാജേഷിനെ തല്ലി മൃതപ്രായനാക്കി. എന്നിട്ടും കലിയടങ്ങാതെ സൈക്കിളിൽ കരുതിയിരുന്ന കൈക്കോടാലി ഉപയോഗിച്ച് രാജേഷിന്റെ കൈ വെട്ടിമാറ്റി. ശരീരത്തിൽ നിന്നും വേർപെട്ട കൈയുമായി സുഹൃത്തുക്കൾ രാജേഷിനെ ആശുപത്രിയിലെത്തിച്ചു. സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്കൊടുവിൽ രാജേഷിന്റെ കൈ തുന്നിച്ചേർത്തെങ്കിലും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ കടുത്ത ഭാഷയിൽ ഈ വംശീയാക്രമത്തെ വിമർശിച്ചു. ഗവൺമെന്റ് രാജേഷിന് അടിയന്തരമായി 50,000 രൂപ ധനസഹായവും ഒപ്പം രാജേഷിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുത്തു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന മയക്ക് ഗുളികകളുമായി 2 പേരെ പോലീസ് പിടികൂടി. നഗരത്തിൽ ഏറെ നാളായി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് റാക്കറ്റിൽ കുട്ടികളും പെട്ടതായി പോലീസ് സംശയിക്കുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് മയക്ക് ഗുളികകളുമായി കുറ്റിച്ചിറ സ്വദേശി ബദറുദ്ദീൻ, ഒറ്റപ്പാലം സ്വദേശി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ പിടിയിലായത്. 7400 ഗുളികകൾ ഇവരിൽ നിന്ന് കണ്ടെടുത്തു. മെഡിക്കൽ ഷോപ്പുകൾ വഴി മനോരോഗികൾക്കും ഗുരുതരമായ അസുഖം ബാധിച്ചവർക്കും നൽകുന്ന ഈ ഗുളിക ഡോക്ടർമാരുടെ കുറിപ്പടി ഉറപ്പുവരുത്തിയ ശേഷം കുറഞ്ഞ എണ്ണം മാത്രമേ നൽകാവൂ എന്ന് ചട്ടമുണ്ട്. ഇതാണ് വിദ്യാർത്ഥികൾക്ക് ലഹരിക്കായി നൽകുന്നത്. പിടിയിലായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മെഡിക്കൽ ഷോപ്പ് ഉടമയാണ്. ബോട്ടിലിന് 270 രൂപ മാത്രം വില വരുന്ന ഈ ഗുളികകൾ ഒരെണ്ണത്തിന് 50 രൂപ വരെ ഈടാക്കിയാണ് കുട്ടികൾക്ക് നൽകുന്നതെന്ന് പിടിയിലായവർ പറഞ്ഞു. നഗരത്തിലെ പല സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക്
ഇവർ ഏറെ നാളായി മയക്കുഗുളികൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 6 മാസത്തിനിടെ ഇത് 3-ാം തവണയാണ് നഗരത്തിലെ സ്കൂളുകളിൽ മയക്കുഗുളിക വിതരണം ചെയ്യുന്നവർ പോലീസിന്റെ പിടിയിലാകുന്നത്. അറസ്റ്റുകൾ തുടരുകയാണെങ്കിലും മയക്കുഗുളിക കച്ചവടം വീണ്ടും നടക്കുന്നത് പോലീസിന് തലവേദനയായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. 4 വയസ്സുകാരിയെ ചോക്ലേറ്റ് നൽകി വശീകരിച്ച് ബലാത്സംഗം ചെയ്തു. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലാണ് സംഭവം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിഷ്കളങ്കരായ പിഞ്ചുകുട്ടികളോട് ക്രൂരത കാട്ടുന്ന നരാധമന്മാർ നമ്മുടെ സമൂഹത്തിൽ സ്വൈര്യവിഹാരം നടത്തുന്നതിന്റെ ഉത്തമോദാഹരണമായ സംഭവമാണ് ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ അരങ്ങേറിയത്. വൈകുന്നേരം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിയെ ചോക്ലേറ്റ് കാട്ടി മുന്ന എന്ന യുവാവ് മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പൊതുവെ മാന്യനായിരുന്ന മുന്നയെ കുട്ടിയുടെ വീട്ടുകാർ സംശയിച്ചിരുന്നില്ല. കുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷമായത് ആരും കാര്യമായും എടുത്തതുമില്ല. കുട്ടിയുടെ നിലവിളി കേട്ട് സമീപത്തെ വയലിൽ ജോലി കഴിഞ്ഞു വരികയായിരുന്ന സ്ത്രീകൾ കണ്ടത് അത്യന്തം ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. മുന്ന പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. സ്ത്രീകൾ ബഹളം വച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി മുന്നയെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു. ബലാത്സംഗത്തെ തുടർന്ന് അബോധാവസ്ഥയിലേക്കും തുടർന്ന് രക്തസ്രാവവും ഉണ്ടായും ചെയ്ത പെൺകുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ കുട്ടി മരണവുമായി മല്ലിടുന്നുവെന്നാണ് റിപ്പോർട്ട്. നാട്ടുകാർ ചേർന്ന് പോലീസിൽ ഏൽപ്പിച്ച മുന്നയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ പെൺകുട്ടികൾ ഒട്ടും സുരക്ഷിതരല്ല എന്ന റിപ്പോർട്ട് അടുത്തിടെയാണ് UN പുറത്തുവിട്ടത്. ഓരോ 30 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു ബലാത്സംഗം വീതം നടക്കുന്നുവെന്നാണ് UN റിപ്പോർട്ട്. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.